അമ്മയൊന്നും ഇങ്ങോട്ട് വാമേ. എന്താ മോനെ? അമ്മേ, ഇന്ന് വൈകുന്നേരം ഒന്ന് റെഡി ആവണേ, ഒരു പാർട്ടി ഉണ്ട്. പാർട്ടിയോ? എന്തിന്റെ പാർട്ടിയാ? അതമ്മേ, ഞങ്ങളുടെ ഓഫീസിൽ ഗോപനില്ലേ, അവന് ട്രാൻസ്ഫർ ആയി വിത്ത് പ്രൊമോഷൻ. അതുകൊണ്ടേ ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഗ്രാൻഡ് പാർട്ടി വന്ന് വൈകുന്നേരം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് 7 മണിക്ക് തന്നെ പോണം. അയ്യോ, അവൻ ചെറുപ്പക്കാരൻ കുട്ടിയല്ലേ, ഇത്രയും പെട്ടെന്ന് പ്രൊമോഷൻ ആയില്ലേ? ഏത് സ്ഥലത്തേക്കാ മോനെ? ബാംഗ്ലൂരിലേക്ക് അമ്മേ. പ്രൊമോഷൻ അല്ലേ, നല്ല സാലറി ഉണ്ട്. എന്തായാലും നന്നാവട്ടെ, അവന് ഭാഗ്യമുണ്ട്. പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി പോയാ പോരെ മോനെ? ഞാൻ വരണോ? പിന്നെ വരാണ്ട്, ഞങ്ങൾ രണ്ടും പോയിട്ടുണ്ടെങ്കിൽ അമ്മയോട് ഒറ്റയ്ക്ക് എന്ത് കാണിക്കാനാണ്? അമ്മയും കൂടെ വാ. പിന്നെ രാത്രിത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. എന്നാ പിന്നെ ഞാനും വരുന്നുണ്ട്. കുറെ ആയില്ലേ പുറത്തൊന്നും പോകാണ്ട് ഇങ്ങനെ ഇതിനുള്ളിൽ തന്നെ ഇരിക്കുന്നത്. അത് തന്നെയല്ലേ ഞാനും പറയുന്നത്. ഇവിടെ ഇങ്ങനെ വീട്ടിലെപ്പോഴും അടുക്കള പണി, അടിച്ചുവാരലും തുടക്കലായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്ത് പോയി ആൾക്കാരെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുമ്പോഴല്ലേ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുക. എന്തായാലും അമ്മയൊന്ന് റെഡി ആയിട്ട് വാ. ഞാൻ എന്നാ കുറച്ച് പണിയുണ്ട്, അതൊക്കെ ചെയ്യട്ടെ. മുറ്റം ഒടിച്ച് വരാൻ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകേ. നീ എന്താ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളഞ്ഞോണ്ടിരിക്കുന്നത്? വൈകുന്നേരം നമുക്ക് പോകേണ്ടതല്ലേ? വല്ല ഡ്രസ്സ് എന്തെങ്കിലും അയൺ ചെയ്യാനാണെങ്കിൽ ചെന്ന് ചെയ്യേ. അതൊക്കെ ഞാൻ ചെയ്യാ, ഇനിയും സമയമുണ്ടല്ലോ. അല്ല, ഇതിപ്പോ നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ മാത്രല്ലേ ഈ പാർട്ടിക്കൊക്കെ ഉണ്ടാകുക? നാട്ടുകാരൊന്നും നടത്തുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ. അമ്മേനെയും കൂട്ടിക്കൊണ്ടു പോയാലേ അമ്മയ്ക്ക് റിസ്ക് ആകില്ലേ അത്? അതാണ് ഇത്രയും വലിയ ടെൻഷൻ. എടാ, നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ അമ്മ ഇങ്ങനെ വീട്ടിൽ എത്രയാന്ന് വെച്ചിട്ട് ഇരിക്കുക, ഇങ്ങനെയല്ല അമ്മയ്ക്ക് ഒരു ചാൻസ് കിട്ടുക. അല്ല ഏട്ടാ, ഇതിപ്പോ നമ്മുടെ കുടുംബത്തിലൊരു കല്യാണമൊന്നും അല്ലല്ലോ അമ്മയ്ക്ക് അങ്ങനെ പുറത്തൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ നമ്മുടെ ഓഫീസിലെ ഒരാളുടെ സെൻഡ് ഓഫ് അത്രയല്ലേ ഉള്ളൂ. അത് മാത്രല്ല, വരുന്നത് മുഴുവൻ കപ്പിൾസ് ഒക്കെ ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് എന്ത് ചെയ്യാനാ? അതിന് നിന്നോട് ആരാ പറഞ്ഞ കപ്പിൾസ് മാത്രമേ വരുന്നുള്ളൂ? എല്ലാവർക്കും അച്ഛനമ്മയുള്ളവർ തന്നെയല്ലേ. സൗകര്യമുള്ളവർ കൂട്ടിയിട്ട് വരും, അത്ര തന്നെ. നീ പെട്ടെന്ന് വരാൻ നോക്ക്. എങ്ങനെയാ അപ്പൊ ഒഴിവാക്കുക? അമ്മയെന്താ ഇത്ര തിരക്കിട്ട് മുറ്റടിക്കുന്നേ? അവൻ പറഞ്ഞിട്ടുണ്ട് മോളെ വേഗം പോകെ, പിന്നെ വരുമ്പോ രാത്രിയാകില്ലേ, മുറ്റടിക്കാണ്ട് പോയി ഒരു സമാധാനം കിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുന്ന. പാത്രങ്ങളുണ്ട് ഇഷ്ടംപോലെ അവിടെ കിടക്കുന്നത്. നമുക്ക് കഴുകി വെച്ചിട്ട് പോകാൻ നടക്കുന്ന കാര്യം. അത് ശരിയാണല്ലോ, പാത്രവും കഴുകാനുണ്ടല്ലോ. നീ ഒന്നും ഇങ്ങോട്ട് വാ. മോള് മുറ്റം അടിച്ചിട്ട് നീ ഡ്രസ്സ് മാറ്റിക്കോ. എല്ലാം കൂടി ഞാൻ ചെയ്യാൻ തന്നാലേ സമയം വൈകാൻ ദേഷ്യം പിടിക്കേ. ഞാൻ പോയി പാത്രം കഴുകാം. വേം വേം ചെയ്, നിക്കണ്ടേ നീ. ഇതിപ്പോ വടി കൊടുത്ത് അടി വാങ്ങിയ പോലെയല്ല. ഇതൊക്കെ തീരും അമ്മ ഇപ്പോ? ഇതിപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കില്ലേ? മോള് മുറ്റം അടിച്ചു കഴിഞ്ഞു? അല്ല, അത് ഞാൻ അടിച്ചോളൂ. എന്നാ പിന്നെ വേഗം പോയി ചെയ്യേ, ഇവിടുത്തെ സമയം കളയണ്ടല്ലോ. അതൊക്കെ ചെയ്യാമേ. അതല്ലമ്മേ, അവിടെ വരുന്നതേ ഞങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെയാ. ഏട്ടന്റെ ഫ്രണ്ട്സുമാരെ ഭാര്യമാരൊക്കെ ആണല്ലോ. അവരൊക്കെ എനിക്ക് പരിചയമുണ്ട്, അമ്മയ്ക്ക് ആരെയും അറിയില്ലല്ലോ. അപ്പൊ അമ്മ അവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു ടെൻഷൻ. അതിനെന്താ മോളെ, ചെറുപ്പക്കാരുടെ പരിപാടിക്കുമ്പോ നമ്മൾ ഒന്നും കൂടി ചെറുപ്പമാകുകയല്ലേ. പിന്നെ അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഒന്നിലെ കുടുംബശ്രീക്ക്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന്. മോനെ പറഞ്ഞ് അമ്മ അവിടെ നല്ല പരിപാടിയാണ്, അമ്മ വാ, നല്ലപോലെ എൻജോയ് ചെയ്യാന്നുള്ളത്. എന്നാ കുഴപ്പമൊന്നുമില്ല. വേറൊരു കാര്യം എന്താണെന്നറിയോ അമ്മേ? അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ വരുന്നത് അമ്മാതിരി കോലത്തിലായിരിക്കും. ആണുങ്ങളൊക്കെ പിന്നെ സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ടിട്ട് വരുവേ. പക്ഷെ ലേഡീസ് ഒരുമാതിരി ഒട്ടിയതും പിടിച്ചതും മറ്റോ കാണാൻ തന്നെ പറ്റില്ല. ബ്ലൗസിന്റെ പുറമൊക്കെ ഉണ്ടാവും ഇത്രയും കീറിയിട്ട്. പിന്നെ ഇത്രയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വരിക. അന്ന് ഞാൻ ഇവിടെ സ്ലീവ്ലെസ് ഇട്ട് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾ എന്നെ പറയാത്തതില്ല. അപ്പൊ ഞാൻ ആ പരിപാടി നിർത്തിയില്ലേ. അതുപോലെ അമ്മയ്ക്ക് അവിടെ വന്നിട്ട് ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കാണുമ്പോഴേ എങ്ങാനും BP പ്രഷറൊക്കെ കൂടിയാലോ എന്ന് ആലോചിച്ചിട്ടാ. വെറുതെ എന്തിനാണ് ഈ പ്രായത്തിൽ ടെൻഷൻ എടുക്കാൻ വേണ്ടിട്ട് അത്രയും ദൂരം വരുന്നത്? അയ്യേ, നിനക്ക് ഇത് ടെൻഷൻ? ഈ നേരം വെളുക്കാത്ത പെണ്ണുങ്ങൾ പലതും പറയും. മോൾ അതൊന്നും നോക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ.
പിന്നെ എന്റെ കാര്യം എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഈ പങ്കജം മാക്സിലിട്ട് വരുന്നതും ദാക്ഷായിന് മുണ്ട് കൊടുത്തിട്ട് വരുന്നതും മീനാക്ഷി സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ പിടിച്ച് കുത്തിയിട്ട് വരുന്നല്ലേ മോളെ കണ്ടിട്ടുള്ളൂ. ചെറുപ്പക്കാരൊക്കെ നന്നായിട്ട് നടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടം എനിക്ക്. അവിടെ വരുമ്പോഴേ പെൺകുട്ടികളൊക്കെ ഒരുങ്ങി വരുന്നത് കാണാൻ എന്ത് രസമായിരിക്കും. നിങ്ങൾക്കൊക്കെ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ, ഞങ്ങക്ക് പറ്റുമോ? ഓ അങ്ങനെ ന്യൂ ജനറേഷൻ അമ്മായി. എന്താ മോളെ പറഞ്ഞ? ഒന്നുമില്ല. ആ എന്നാ പോയി മുറ്റടിച്ചിട്ട് വാ. ആ മുറ്റ കളിക്കാം. ഏറ്റില്ല. ഓ ഇനിയിപ്പോ എന്ത് പറഞ്ഞാ മുടക്ക, ഒരു പിടുത്തം കിട്ടുന്നില്ല. തലയിൽ നിറയെ എണ്ണയും തേച്ച് ഏതെങ്കിലും ഒരു കോലത്തിൽ വരാൻ നിൽക്കും. നാണക്കേട്. നാളെയും നോക്കേണ്ടതല്ലേ ഫ്രണ്ട്സിന്റെ മുമ്പിൽ. അല്ലെങ്കിൽ ഏട്ടൻ എന്തെന്റെ കുഴപ്പം, ഒന്ന് ചിന്തിക്കാനുള്ള ബോധം വേണ്ടേ? അമ്മേനെയും കൂട്ടി പോയിട്ട് അയ്യോ എല്ലാവരും കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് വരുമ്പോ എനിക്ക് പയ്യാലോചിക്കും. അല്ലെങ്കിൽ അതിന് മാത്രം പറ്റിയ സാരി ഡ്രസ്സ് ഉണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ? അവരേക്ക് നിൽക്കാൻ അറിയോ, നടക്കാൻ അറിയോ, സംസാരിക്കാൻ അറിയോ? എന്നാൽ ഇങ്ങനത്തെ ഒരു അമ്മേനെ ഞാൻ ലോകത്ത് ആദ്യമായിട്ട് കാണാം. പെൺപിള്ളേര് കയ്യില്ലാത്ത ഡ്രസ്സ് ഇടണം, ബാക്ക് തൂങ്ങിയാലും കുഴപ്പമില്ല, ഇറക്കില്ലെങ്കിലും കുഴപ്പമില്ല, കാണാൻ ഇഷ്ടമാണ് അത്ര, ഇവിടുത്തെ ഡ്രസ്സ് ഇഷ്ടമല്ലാന്ന്. ഇതൊരു കഷ്ടാണ് നോക്കണേ. ഇനിയിപ്പൊ എന്താ ഒന്ന് പറയാ? അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത് മെച്യൂരിറ്റി ഉണ്ടോ? അമ്മയല്ലേ ഇങ്ങോട്ടേക്ക് പറയേണ്ടത്, എന്റെ മോനെ എന്റെ മോളെ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ എന്തിനാ നിങ്ങളുടെ ഇടയ്ക്ക്? ഇതൊക്കെ നിങ്ങളെ പോലത്തെ പിള്ളേരെ പരിപാടിയല്ലേ. ഇതൊക്കെ പറയണതിന് പകരം ആ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുമിക്കായിട്ട് റെഡിയാകാം. ഏട്ടനെ പറഞ്ഞാൽ മതിയല്ലോ. ആ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തൽക്കാലം ദൂരെ ഇരിക്കട്ടെ. ഏത് ഡ്രസ്സാ ഇടുക? ചുരിദാറിന് ഷോള്. അമ്മ ഈ ചുരിദാർ ഇട്ടാണോ വരാൻ പോകുന്നത്? അല്ല, ഞാനിപ്പോ ഏതാ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കുക. എന്ത് നോക്കിയിട്ട് എന്താ? അമ്മേന്റെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ ഞാൻ കണ്ടതല്ലേ, അതൊന്നും ഇട്ടിട്ട് വരാൻ പറ്റിയൊരു പാർട്ടിയൊന്നും അല്ല. അതെന്താ മോളെ? അമ്മന്റെ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ. എന്റെ അമ്മയ്ക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. അവരൊക്കെ നല്ല വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വരിക. അതിന്റെ ഇടയ്ക്ക് അമ്മന്റെ കയ്യിലുള്ള ഈ ലോക്കൽ സാരിയോ അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു കോൺഫിഡൻസും ഉണ്ടാവില്ല. അവസാനം ഇങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് മാറി മാറി നിൽക്കേണ്ടി വരും. എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അന്ന് ഏതോ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് എന്റെ ദൈവമേ പെണ്ണുങ്ങളൊക്കെ ഒരുങ്ങി വന്നത് കണ്ടാല്, ഞാനാണെങ്കിൽ ഏട്ടൻ വാങ്ങി തന്ന ഒരു 2000 രൂപയുടെ ചുരിദാറാ പറയാ, അതും ഇട്ടിട്ടാ പോയത്. നാണക്കേടെന്ന് പറയാലോ. എന്നിട്ട് ഞാനിങ്ങനെ മാറി മാറി പുറകോട്ട് മാറി നിന്നതാ. അതിലൊന്നും വലിയ കാര്യമില്ല മോളെ. ഏത് ഡ്രസ് ഇട്ടാൽ എനിക്ക് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. പിന്നെ ഫോട്ടോ എടുക്കില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഒരാളൊരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് പങ്കെടുക്കുക, അതാ വേണ്ടത്. ഇതൊക്കെ പറയാനും കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ അവിടെ നേരിട്ട് പോകുമ്പോ അറിയാം വിവരം എന്താന്നുള്ളത്. ഇനിയിപ്പൊ അമ്മ കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ പോയി തന്നെ ഇരിക്കട്ടെ. അവിടുത്തെ ഭക്ഷണം അമ്മയ്ക്ക് പറ്റുമോ? ഭക്ഷണത്തിന് എന്ത് കുഴപ്പമുള്ളത്? നമ്മുടെ നാട്ടിൽ ഭക്ഷണം തന്നെയല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് ലോകപരിചയം തീരെ ഇല്ല എന്നുള്ളത്. അമ്മ ഈ പൊട്ടത്തരം ചിന്തയും വിചാരിച്ചിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നാണം കെട്ടും, അത്രേ ഉള്ളൂ. എന്താപ്പ ചെയ്യ? അമ്മേ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഭക്ഷണം ഒന്നും അവിടെ കിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ആൾക്കാർ വിളമ്പോ ചൈനീസ്, വെസ്റ്റേൺ, പിന്നെ അറബിക്, ഇതൊക്കെയാണ് വിളമ്പുക. എന്നാൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വേറെ എന്തൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിക്കാൻ പോലും അമ്മയ്ക്ക് അറിയില്ല. അതിന് ഞാൻ ഭക്ഷണം കഴിക്കാൻ മാത്രം പോകാൻ നിന്നോട് പറഞ്ഞോ? എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എന്തെങ്കിലും കിട്ടിയാൽ മതി. പിന്നെ എന്താ, അവിടെ സലാഡോ എന്തെങ്കിലും ഒരു ഭക്ഷണം എടുത്ത് കഴിക്കും, എനിക്കത് മതി. പിന്നെ രാത്രിയൊന്നും ഒരുപാട് ഭക്ഷണം വാരി വലിച്ച് കഴിക്കരുതെന്ന് ഇപ്പോഴത്തെ പേപ്പറിലും ന്യൂസിലും എന്തൊക്കെയോ ഇതിലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ വായിക്കില്ല. അമ്മ ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. മോൾക്ക് എന്നെ കുറിച്ച് ആലോചിച്ച് ഇത്രയും ടെൻഷൻ ഉണ്ടല്ലേ? സത്യം പറഞ്ഞാൽ അവനാണ് കൂടുതൽ സ്നേഹം ഞാൻ വിചാരിച്ചത്. ഇപ്പോഴല്ലേ ശരിക്കും മോളെ കുറിച്ച് അറിയുന്നത്. മോൾക്ക് എന്നോട് ഇത്രയും സ്നേഹമാ? നീ പോയി ഡ്രസ് ചെയ്യാൻ നോക്ക്, എന്റെ പറഞ്ഞ സമയം കളയല്ലേ. ഞാൻ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് വരാം. ഇനിയിപ്പോ എന്താ പറയാ? അല്ലമ്മേ, അമ്മയ്ക്ക് ഈ ആൽക്കഹോളിന്റെ മണമൊക്കെ ബുദ്ധിമുട്ടാകില്ലേ? അതെന്താ, അവിടെ എല്ലാരും വെള്ളം അടിക്കാൻ വേണ്ടി വരുന്നതാ? അങ്ങനെയല്ല, ഇതൊരു പാർട്ടിയല്ലേ.
ഇങ്ങനത്തെ പാർട്ടികളിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുപോലെ ബിയർ കഴിക്കും അമ്മേ. ഓ, അതാണ് ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നം. അച്ഛനും ആദ്യം ബീറൊക്കെ കഴിക്കായിരുന്നു, പിന്നെ അത് കാരണം നെഞ്ചരിച്ചിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ അതങ്ങ് നിർത്തിയതാ. പിന്നെ ഇപ്പൊ നമ്മൾ വിചാരിക്കും പോലെ ആകും എല്ലാ ആൾക്കാരും. എനിക്കിപ്പോ അതല്ല, ഞാൻ ഏത് ഡ്രസ്സാ ഇടുന്നു മറ്റും നോക്കുക. ഓ, എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മള് ചാടി പപ്പടമായിട്ട് വരാൻ നിൽക്കും. എന്താ ചെയ്യാപ്പോ? എന്തായാലും അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഏതെങ്കിലും ഒന്നേ നടക്കും. എടാ നോക്ക്, ഈ സ്യൂട്ട് മതിയോ അത് ഞാൻ വേറെ ഇടണോ? നിങ്ങൾ ഏതെങ്കിലും ഇട്, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അത് പോട്ടെ, നീ എന്താ റെഡി ആവാണ്ടിരിക്കുന്നേ? നമുക്ക് പോണ്ടേ, സമയമായില്ലേ? ഞാനൊന്നും വരുന്നില്ല. അതെന്താ? എനിക്ക് നല്ല തലവേദനയുണ്ട്. തലവേദനയോ? നിനക്ക് ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ആ, അതൊക്കെ പോട്ടെ, ഒരു കാര്യം ചെയ്യും, നീ ചെന്നിട്ടേ ഡ്രസ്സ് മാറി റെഡി ആയിട്ട് വാ. അവിടെ ചെന്ന് എല്ലാരും കണ്ട് സംസാരിച്ച് ഒരു ഫ്രഷ് എയർ ഒക്കെ കിട്ടുമ്പോ നിന്റെ തലവേദന അങ്ങോട്ട് പോയിക്കോളൂ. അവിടെ ചെന്ന് എന്റെ തലവേദന കൂടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തിനാ? അമ്മയുണ്ടല്ലോ, ഇനി എവിടെ പോകുമ്പോഴും അമ്മേനെ കൂട്ടി പോയിക്കോ, ഞാൻ വരുമൊന്നുമില്ല. അത് ശരി, അപ്പൊ അമ്മയാണ് നിന്റെ തലവേദന? ആ, അമ്മ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എവിടെ പോകുമ്പോഴും അമ്മേനെ എഴുന്നള്ളിച്ചോണ്ട് കൊണ്ടുപോകണം. അതിന് അമ്മേനെ നമ്മൾ എത്ര സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്? നീ പറയേ. കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ എവിടേക്കും പോകുമ്പോ അമ്മേനെ വിളിച്ചിട്ട് അമ്മ എന്താ പറയാറുള്ളത്? മക്കളെ നിങ്ങൾ പോയിട്ട് ഞാൻ വരുന്നില്ല എന്ന്. അങ്ങനെ അമ്മ ഓരോ കാര്യത്തും മാറി മാറി നിൽക്കുക. ജീവിതകാലം മുഴുവൻ എല്ലാ കാര്യത്തും അമ്മേനെ ഇങ്ങനെ മാറ്റി നിർത്താനാ? അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അമ്മേനോട് പറഞ്ഞതാ നമ്മളിവിടെ പാർട്ടിക്ക് വരാൻ. എടാ, നമ്മൾ ജോലി കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? പുറത്തെവിടെയെങ്കിലും പോയിരിക്കും, അല്ലെങ്കിൽ പാർക്കിലോ സിനിമയ്ക്കോ വല്ലതും പോകും. അപ്പൊ അമ്മ എന്താ അവിടെ ചെയ്യാറുള്ളത്? അടിച്ചു വാരലും പാത്രം കഴുകലും വീട് പണിയൊക്കെ ആയിട്ട് എടുക്കും. അമ്മയ്ക്കും വേണ്ട റിലാക്സേഷൻ. അവിടെ വന്ന് നാലാളോട് സംസാരിച്ച് പാർട്ടിയിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ അമ്മയ്ക്കുണ്ടാവും ഒരു സന്തോഷം. കാരണം അമ്മയും വരും നമ്മുടെ കൂടെ. ആ, വരട്ടെ. എങ്ങനത്തെ കോലത്തിലാ വരാന്ന് നോക്കും. അവസാനം നാണം കെട്ട് വന്നിട്ട് നിങ്ങൾ തന്നെ എന്നോട് പറയും, എടി നീ പറഞ്ഞതാ ശരി, കൂട്ടിക്കൊണ്ടുപോയത് അബദ്ധമായത്. മോനെ ഇറങ്ങണ്ടേ? സമയം ഒരുപാടായില്ലേ? ആ, അമ്മ റെഡിയായോ? നമുക്കിപ്പൊ ഇറങ്ങാമേ. മോളെവിടെ? അവള് റെഡിയായോ? ഇല്ലമ്മേ, അവളത് എവിടെ ഇരിക്കുന്നത്? അവൾക്ക് നല്ല തലവേദന. അവള് വരുന്നില്ല, നമ്മൾ രണ്ടു പോകുന്നുള്ളൂ. അയ്യോ, ഇതെന്ത് പറ്റി? റെഡിയാകാൻ വേണ്ടി മേലെ കയറി വന്നതാണല്ലോ. നല്ല തലവേദന ഉണ്ട് മോളെ? ഏയ്, ഇപ്പൊ ചെറിയ കുറവൊക്കെ ഉണ്ട്. അന്ന പിന്നെ വേഗം വരാൻ നോക്കും മോളെ. ഒരു ഗുളിക എടുത്ത് കഴിച്ചാ പോരെ? ഏയ്, അത് വേണ്ട. അമ്മയ്ക്ക് ഇവിടെ തലവേദനെ കുറിച്ച് അറിയാനിട്ടാ. ഇപ്പൊ ചെറുതായിട്ട് കുറവെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ 4-5 ദിവസം അവൾ എന്തായാലും കഷ്ടപ്പെടും. എനിക്കറിയുന്നല്ലോ ഇവിടെ തലവേദനെ കുറിച്ച്. അവക്കത് മുമ്പ് വന്നിട്ടുണ്ട്. അയ്യോ, അന്നാ പിന്നെ മോള് കഷ്ടപ്പെട്ട് വരാൻ നിക്കണ്ട. അത് ചെറിയ പരിപാടിയാണെന്നല്ലേ മോള് പറഞ്ഞത്? പിന്നെന്താ, അവിടെ എന്ത് ആർക്കാക്കോളാ എന്തിനൊക്കെ മണം വരും. ആ മണമൊക്കെ ആയിട്ട് തലവേദന കൂടിപ്പോ. പിന്നെ അവിടുത്തെ ഫുഡും ഇഷ്ടപ്പെടില്ല. ഇപ്പൊ തലവേദന സമയത്ത് കുറച്ച് കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് മോൾ ഇവിടെ ഇരിക്കട്ടാ. എന്നാ പിന്നെ ഞാൻ താഴെ നിക്കാം മോളെ. എന്നാ ഞങ്ങൾ പോകട്ടെട്ടാ, നീ റെസ്റ്റ് എടുത്തോ. ശരി മോളെ, ശ്രദ്ധിക്കട്ടോ. വാ മോനെ. അപ്പോഴേ ഞങ്ങൾ പോയി വരുമ്പോഴത്തേനും നീ നന്നായിട്ട് ഉറങ്ങിക്കോ. അപ്പൊ നിന്റെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവും. അങ്ങനെ നിന്റെ തലവേദന തന്നെത്താൻ അങ്ങോട്ട് പോയിക്കോളും. പോയിട്ട് കേട്ടോ.